ഹലോ. അതെ, ഇന്ന് ഈ സിസേഴ്സും കൊണ്ട് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നതെന്ന് കാണിച്ചു തരാൻ വായോ. അപ്പം ഞങ്ങൾ വീട് വെച്ച ടൈമിൽ കുറച്ച് തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പേരമരത്തിൽ പേരയ്ക്ക കായ്ച്ച് പഴുത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നേ. അങ്ങനെ ഏകദേശം ഒരു 4 പേരയ്ക്കയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമാണ്. കാര്യം നമ്മൾ തന്നെ നട്ട ഒരു മരത്തിൽ നിന്ന് ഇതുപോലെ ഫ്രൂട്ട്സ് കിട്ടുന്നത് വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. അത് ഓർഗാനിക്കായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് 4 പേരയ്ക്കയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ഞാൻ എൻ്റെ ഇക്കാക്ക കൊടുക്കുന്നത്. ഇത് കൂടുതലും പരിപാലിക്കുന്നത് ഇക്കയാണ്. പിന്നെ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് മരങ്ങളൊക്കെ വെക്കുന്നത് നല്ലൊരു കാര്യം. കാരണം നമുക്ക് ഇത് മനസ്സിനും ഒരു റിലാക്സേഷനും, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് അതിനെയൊക്കെ പരിപാലിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ വെറുതെ ഇരുന്ന് നമ്മുടെ ടൈം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുവാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ വന്നിട്ട് ഓർഗാനിക്കായിട്ട് ഫ്രൂട്ട് കഴിക്കാം, അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. നമ്മളിതൊക്കെ ചെയ്ത് തന്നെ നോക്കണം. പിന്നെ നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടാനും നല്ല ഒരു മാർഗ്ഗമാണ്. അറിയാമല്ലോ, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു 4 ചെടികളോളം ഉണ്ട് കേട്ടോ. മാവുണ്ട്, അതേപോലെ റംബൂട്ടനുണ്ട്, മിറാക്കിൾ ഫ്രൂട്ടുണ്ട്, പിന്നെ ആത്തിച്ചക്ക മുള്ളുള്ള അത് വന്നിട്ട് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം പേരയ്ക്ക കട്ട് ചെയ്തേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ കളറ് കണ്ടപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ടോ. റെഡ് കളറാണ്, ഇത് വാങ്ങിയ ടൈമിൽ അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. കുഞ്ഞു പേരയ്ക്കയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ നടുന്നവരാണെങ്കിൽ കമൻ്റ് ഇടണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.